മൊഡ്യൂൾ 3യുടെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ബോയിലർ മൗണ്ടിങ്സിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഇപ്പൊ ബോയിലർ മൗണ്ടിങ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് ബോയിലറിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുകൂടാതെ ആക്സസറീസ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. ഈ ആക്സസറീസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ബോയിലറിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ യൂസ് ചെയ്യുന്ന ആദ്യത്തുള്ളതാണ് എക്കണോമൈസർ. ഇനി അതുകൂടാതെ കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെടും. അപ്പൊ അതിന്റെ അകത്തെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഫ്ലൂ ഗ്യാസ് എന്ന് പറഞ്ഞ സാധനത്തിനെയാണ്. ഫ്ലൂ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് ഗ്യാസ് ആണ്. നമ്മൾ കൽക്കരി കത്തിച്ചുണ്ടാക്കുന്ന ഹോട്ട് ഗ്യാസ്. ഈ ഗ്യാസ് വെള്ളത്തിനെയൊക്കെ ചൂടാക്കി വെള്ളത്തിനെയൊക്കെ നീരാവിയാക്കി കഴിഞ്ഞതിന് ശേഷം ഈ ഗ്യാസ് നേരെ ഈ പവർ പ്ലാന്റുകളുടെ ചിമ്മിനി വഴി പുറത്തോട്ട് വരികയാണ്. ഇങ്ങനെ ചിമ്മിനി വഴി നേരെ പുറത്തോട്ട് പോകും. നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുകയാണ്. പക്ഷെ റിലീസ് ചെയ്യുന്ന ഈ പുകയ്ക്കും ഈ ഈ ഗ്യാസിനും ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. ചെറിയൊരു ടെമ്പറേച്ചർ, ചെറുതല്ല, അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും. ഈ ടെമ്പറേച്ചർ എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൂടാ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഈ പറയുന്ന ആക്സസറീസ് ഒക്കെ ഉണ്ടായേക്കണേ. ഈ വേസ്റ്റ് ആയിട്ട് പുറത്തോട്ട് പോകേണ്ടി വരുന്ന ഹോട്ട് ഗ്യാസുകളുടെ അല്ലെങ്കിൽ ഫ്ലൂ ഗ്യാസുകളുടെ ചൂടിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു വസ്തുക്കൾ നമ്മൾ ചൂടാക്കി ബോയിലറിന്റെ എഫിഷ്യൻസി വീണ്ടും കൂട്ടുകയാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കണം. വേസ്റ്റ് ആയിട്ട് നഷ്ടപ്പെട്ട് വെറുതെ പുറത്തോട്ട് പോകുന്ന സാധനമായിരുന്നു. അതിനെ പക്ഷെ നമ്മൾ വീണ്ടും ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യണം. ഇപ്പൊ ഇവിടെ ഇവര് ഈ ഹോട്ട് ഗ്യാസ് ഉപയോഗിച്ചിട്ട് ചൂടാക്കുന്നത് നമ്മുടെ ബോയിലറിലേക്ക് പോകുന്ന വെള്ളത്തിനെയാണ്. നമ്മൾ കണ്ടാണ് മേലെയൊക്കെ ബോയിലറിന്റെ അകത്ത്, ഇവിടെ ഈ ഫിഗറിലൊക്കെ നമ്മൾ കണ്ടാണ് ബോയിലറിന്റെ അകത്ത് വെള്ളമുണ്ട് അല്ലെ. ഈ വെള്ളത്തിന് ഓൾറെഡി അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ആലോചിച്ച് വെക്കുക, ബോയിലർ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതിട്ട് തണുത്ത കോൾഡ് ആയിട്ടുള്ള വാട്ടർ വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഹോട്ട് ആയിട്ടുള്ള വാട്ടർ വരുന്നത്. അപ്പൊ ഈ ബോയിലറിന്റെ അകത്തോട്ട് വെള്ളം വരുന്നതിന് മുന്നേ തന്നെ, അകത്തോട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ വെള്ളത്തിനെ ഒന്ന് ചൂടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ബോയിലറിന്റെ എഫിഷ്യൻസി കൂട്ടും. അതാണ് നമ്മളിവിടെ ചെയ്യണേ. ബോയിലറായിട്ടുള്ള വെള്ളം ഇതിലൂടെ അകത്തോട്ട് കയറും. ഈ പറയുന്ന എക്കണോമൈസർ എന്ന ഡിവൈസിന്റെ അകത്തോട്ട് ഇതിലൂടെ കയറും. ഇൻലെറ്റ് വാൽവ് ഉണ്ട്, ആ വാൽവ് വഴി അകത്തോട്ട് കയറും. ഒരുപാട് സീരീസ് ഓഫ് പൈപ്പ്സ് ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പുകളിലൂടെയൊക്കെ സഞ്ചരിച്ചതിന് ശേഷം ഈ പറയുന്ന വാട്ടർ ഇതിലൂടെ ഔട്ട്ലെറ്റ് വാൽവ് വഴി പുറത്തോട്ട് പോകും. ഈ വാൽവ് എങ്ങടെയൊക്കെ പോണെന്ന് നമുക്ക് കാണാം. ഈ പൈപ്പ് എങ്ങടെയൊക്കെ പോണെന്ന് കാണാം. വാട്ടർ ഔട്ട്ലെറ്റ് ടു ബോയിലർ എന്നാണ് കൊടുത്തേണത്. ഇത് നേരെ ബോയിലറിലോട്ടാണ് പോണത്. അപ്പൊ ബോയിലറിലോട്ട് എത്തുന്നതിനാണ് വെള്ളത്തിനെ ഒന്ന് ചൂടാക്കുക എന്നുള്ളതാണ് എക്കണോമൈസർ ചെയ്യണത്. അപ്പൊ എക്കണോമൈസർ അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ വെള്ളം എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി വെള്ളത്തിന്റെ അക്രോസ് ഇതിൽ കൂടെ എന്താ കയറി പോകുന്നത് നോക്കാം. ഫ്ലൂ ഗ്യാസ് ബോയിലറിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് വരുന്ന ഫ്ലൂ ഗ്യാസ്, ചിമ്മിനി കൂടെ നഷ്ടപ്പെട്ട് പോകേണ്ടിരുന്ന ഫ്ലൂ ഗ്യാസിനെ നമ്മൾ ഇതിൽ കൂടെ കടത്തിയതാണ്. ഈ ഫ്ലൂ ഗ്യാസ് ഈ പൈപ്പുകളുടെ അക്രോസ് ഇങ്ങനെ കടന്നുപോയി ചിമ്മിനിയിലേക്ക് ഇതുവഴി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഈ ഫ്ലൂ ഗ്യാസിനുണ്ടായിരുന്ന ബാലൻസ് ഹീറ്റിംഗ് കൂടെ അത് ഈ വെള്ളത്തിന് കൊടുക്കും. വെള്ളം ചൂടാവും. അങ്ങനെ ഇതിൽ കൂടെ കയറിയത് കോൾഡ് വാട്ടർ ആണെങ്കിൽ ഇതിൽ കൂടെ ഇറങ്ങി പോകുന്നത് ഹോട്ട് വാട്ടർ ആയിരിക്കും. ഈ ഹോട്ട് വാട്ടർ നേരെ പോകുന്നത് ബോയിലറിലോട്ടായിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ബോയിലറിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കണോമൈസർ. അപ്പൊ ഓർമ്മയിൽ വെക്കുക, എക്കണോമൈസർ ചൂടാക്കുന്നത്, ഫ്ലൂ ഗ്യാസിന്റെ ഹീറ്റ് ഉപയോഗിച്ച് ചൂടാക്കുന്നത് ബോയിലറിലോട്ട് പോകുന്ന വെള്ളത്തിനെയാണ്. ഇനി രണ്ടാമത്തെ ആളാണ് സൂപ്പർ ഹീറ്റർ. സൂപ്പർ ഹീറ്റർ പേര് തന്നെ ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചാണ്. സ്റ്റീമുകളെ പറ്റി പഠിച്ചപ്പോൾ ഡ്രൈ സ്റ്റീം ഉണ്ട്, വെറ്റ് സ്റ്റീം ഉണ്ട്. അതിന്റെ അവസാനം വരുന്ന ആളാണ് സൂപ്പർ ഹീറ്റർ സ്റ്റീം. അപ്പൊ സൂപ്പർ ഹീറ്ററിന്റെ പണി എന്ന് പറഞ്ഞാൽ സ്റ്റീമിനെ വീണ്ടും ചൂടാക്കി സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാക്കി മാറ്റുക. സാധാ നീരാവിനെ വീണ്ടും ചൂടാക്കി സൂപ്പർ ഹീറ്റഡ് നീരാവിക്ക് മാറ്റുക എന്നുള്ളതാണ് സൂപ്പർ ഹീറ്ററിന്റെ പണി. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാത്തിലും യൂസ് ചെയ്യുന്ന സെയിം സാധനം തന്നെയാണ്. അതായത് ഹോട്ട് ഫ്ലൂ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പണി കഴിഞ്ഞ് പുറത്തേക്ക് ചിമ്മിന് വഴി നഷ്ടപ്പെട്ടു പോകേണ്ടിരുന്ന ഫ്ലൂ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫ്ലൂ ഗ്യാസ് ഉപയോഗിച്ച് ചൂടാക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് സ്റ്റീമിനെ തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ നീരാവിനെ തന്നെ ഒന്നും കൂടെ ചൂടാക്കും. അങ്ങനെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആക്കി മാറ്റും. അപ്പൊ ആദ്യത്തെ എക്കണോമൈസറിൽ ഫ്ലൂ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ചൂടാക്കുന്നത് വെള്ളത്തിനാണെങ്കിൽ ഇവിടെ ഫ്ലൂ ഗ്യാസ് ഉപയോഗിച്ചിട്ട് ചൂടാക്കുന്നത് നീരാവിനെ തന്നെയാണ്. നമുക്കത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ ഈ കാണുന്ന സെക്ഷൻ ബോയിലർ ആണ്. ഈ കാണുന്ന സെക്ഷൻ ബോയിലറിനെ സിമ്പിൾ ആക്കി വരച്ചേനെ കേട്ടോ. ശരിക്കും ബോയിലർ ഇങ്ങനെ അല്ല എന്നുള്ളത് നമുക്ക് പഠിച്ചേക്കണാണ്. അപ്പൊ ഇത് ഫയർ ട്യൂബ് ബോയിലർ ആണ്. ഇതിന്റെ അകത്ത് ട്യൂബിൽ കൂടെ കടന്നു പോകുന്നത് ഹോട്ട് ഗ്യാസ് ആണ്. ഫ്ലൂ ട്യൂബ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ട്യൂബിലൂടെ ഗ്യാസ് കടന്നു പോകുന്ന സമയത്ത്, ഹോട്ട് ഗ്യാസ് കടന്നു പോകുന്ന സമയത്ത് അതിന്റെ ചുറ്റുമുള്ള വെള്ളം ചൂടാവും. അവിടെ നീരാവി ഉണ്ടാവും. ഏറ്റവും മേലെ നീരാവി വന്ന് കിടക്കും. ഇനി സാധാഗതിയിൽ നമ്മൾ ഈ പറയുന്ന സൂപ്പർ ഹീറ്റർ യൂസ് ചെയ്യാത്ത സമയത്ത് ഈ പറയുന്ന സ്റ്റീം ഇതിൽ കൂടെ സഞ്ചരിച്ച് ഈ പറയുന്ന എ എന്ന് പറയുന്ന വാൽവൊക്കെ കടന്ന് മെയിൻ സ്റ്റോപ്പ് വാൽവ് എത്തും. നമ്മൾ നേരത്തെ പഠിച്ചു തന്നെയാണ്. മെയിൻ സ്റ്റോപ്പ് വാൽവ് വഴിയാണ് നമുക്ക് ആവശ്യമുള്ള സ്റ്റീം നമ്മൾ വെളിയിലോട്ട് എടുക്കുന്നത്. ടർബൈനിലോട്ടൊക്കെ ഉള്ള സ്റ്റീമിനെ സപ്ലൈ ചെയ്യുന്നത് ഇതുവഴിയാണ്. ഇതുവഴി പുറത്തോട്ട് സപ്ലൈ ചെയ്യും. ഈ എ ബി സി എന്ന് പറഞ്ഞ ഐസൊലേറ്റിംഗ് വാൽവാ. നമുക്ക് തുറക്കം അടയ്ക്കൊക്കെ ചെയ്യാൻ പറ്റും. അതായത് പൈപ്പിന് നമുക്ക് ഇങ്ങനെ എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, ഈ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് അടയ്ക്കുകയും തുറക്കാൻ ചെയ്യാൻ പറ്റുന്ന വാൽവുകളാണ് എയും ബിയും സിയും. അതായത് ഇപ്പൊ ഈ നിലവിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫംഗ്ഷനിൽ ബി എന്ന് പറഞ്ഞ വാൽവ് ക്ലോസ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റീം ഇതിൽ കൂടെ കടന്ന താഴോട്ടൊക്കെ പോകുമല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബി എന്ന് പറഞ്ഞ വാൽവ് ക്ലോസ് ആയിരിക്കും. അതുകൊണ്ട് സ്റ്റീം കറക്റ്റ് ഇതിൽ കൂടെ തന്നെ കടന്നു പോകും. ഇനി നമുക്ക് സൂപ്പർ ഹീറ്റർ ഉപയോഗിക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, നമ്മൾ ഈ പറയുന്ന എ എന്ന് പറയുന്ന വാൽവ് അങ്ങ് ക്ലോസ് ചെയ്യും.
എ എന്ന് പറഞ്ഞ വാല് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കൂടെ ഇപ്പുറത്തോട്ട് സ്റ്റീമിന് കടന്നു പോകാനായിട്ട് സാധിക്കില്ല. പിന്നെ ഇവിടെ നിന്നുള്ള സ്റ്റീമിനെ കടന്നു പോകാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ സി ആണ്. അപ്പൊ സി എന്ന് പറഞ്ഞ വാൽവ് ഓപ്പൺ ആണ്. ആ വാൽവിൽ കൂടെ കടന്ന് ഈ സ്റ്റീം ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2H കാണാൻ പറ്റും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2H. 2Hന്റെ ഇടയിൽ യു ഷേപ്പിൽ 2 ട്യൂബ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് താഴെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഹീറ്റർ ട്യൂബ്. യുവിന്റെ ഷേപ്പിലുള്ള സൂപ്പർ ഹീറ്റർ ട്യൂബ്സ് ആണത്. അപ്പൊ ഈ ട്യൂബിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവിടെയും വരെ എത്തിയപ്പോൾ അത് സാധാ നീരാവിയായിരുന്നു. ആ നോർമൽ ആയിട്ടുള്ള സ്റ്റീം ഈ യു ഷേപ്പുള്ള ട്യൂബിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് സൂപ്പർ ഹീറ്റർ സ്റ്റീമായിട്ട് മാറുവാണ്. അതെങ്ങനെ മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്ലൂ ട്യൂബിലൂടെ പണി കഴിഞ്ഞ് പുറത്തോട്ടിരുന്ന സ്റ്റീം സാധാരണ ചിമ്മിനി വഴി പുറത്തോട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യാറ്. ചിമ്മിനി വഴി അതിനെ പുറത്തോട്ട് ചുമ്മാ നഷ്ടപ്പെടുത്തി കളയുന്നതിന് പകരം അതിനെ നേരെ ഈ യു ട്യൂബിന്റെ അക്രോസ് നമ്മൾ ഇങ്ങനെ ഫ്ലോ ചെയ്യിപ്പിക്കും. യു ഷേപ്പിഡ് ട്യൂബിന്റെ അക്രോസ് അങ്ങനെ ഫ്ലോ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അതിന്റെ അകത്തുള്ള സ്റ്റീം വീണ്ടും ചൂടായിട്ട് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമായിട്ട് മാറും. ഈ പറയുന്ന സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ഇതിലൂടെ കയറി ബിയിലൂടെ കടന്ന് മെയിൻ സ്റ്റോപ്പ് വാൽവ് വഴി പുറത്തോട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വെളി കിട്ടുന്നത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ് അല്ലെ. ഈ രീതിയിലാണ് നമ്മൾ സൂപ്പർ ഹീറ്ററിനെ യൂസ് ചെയ്യണത്. ഇനി ഇതിലൂടെ കറങ്ങിയ ഫ്ലൂ ഗ്യാസ് ഇനി നമുക്ക് ഇതിനായിക്കൊണ്ട് വലിയ ആവശ്യങ്ങളൊന്നുമില്ല. അതിന് നമ്മൾ നേരെ ചിമ്മിനിയിലോട്ട് വരണം. അതിന് വേണ്ടിയിട്ട് ബോട്ടം ഫ്ലൂ പാത്ത് ഉണ്ട്. ഇതുവഴി അത് പോയി ചിമ്മിനി വഴി നേരെ പുറത്തോട്ട് പോകുള്ളൂ. ഇവിടെ നമ്മൾ കണ്ടത് എന്താ, ഈ പറയുന്ന ഫ്ലൂ ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചൂടാക്കിയത് ഓൾറെഡി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റീമിനെ തന്നെയാണ്. സ്റ്റീമിനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വീണ്ടും ചൂടാക്കി സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആക്കി മാറ്റുകയാണ് ചെയ്യണത്. സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. അപ്പൊ അതാണ് സൂപ്പർ ഹീറ്റർ. അടുത്തത് എയർ പ്രീ ഹീറ്റർ. പേര് തന്നെയുണ്ട് ഇവിടെ ആരെയാണ് ഹീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, എയറിനെയാണ്. ആദ്യത്തെ എക്കണോമൈസർ വെള്ളത്തിന് ചൂടാക്കി, സൂപ്പർ ഹീറ്റർ സ്റ്റീമിനെ ചൂടാക്കി, അടുത്ത ആള് എയർ പ്രീ ഹീറ്റർ ചൂടാക്കുന്നത് എയറിനെ തന്നെയാണ്. പേര് തന്നെ ബാക്കി കാര്യം കിടക്കുന്നത് ഫ്രീ ഹീറ്റർ ആണ്. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേന്നാ അർത്ഥം. അതായത് എയറിനെ മുന്നേ തന്നെ നമ്മൾ ചൂടാക്കി കിട്ടും. അതായത് എയറിന്റെ ആവശ്യകത, ബോയിലറിൽ എയറിന്റെ ആവശ്യം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫർണസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ഈ ഫർണസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്താണ് നമ്മൾ ഈ കൽക്കരി എന്ന് പറഞ്ഞ സാധനത്തിന് തീ കൊടുക്കുന്നത്. ഈ കൽക്കരി എന്ന് പറഞ്ഞ സാധനം തീ നന്നായിട്ട് കത്തണമെങ്കിൽ അവിടെ എയറിന്റെ സാന്നിധ്യം വേണം, എയർ വേണം. അപ്പൊ ഈ എയർ ഓൾറെഡി നല്ല ചൂടുള്ള സാധനമാണെങ്കിൽ ആ കൽക്കരി നല്ല പൂർണ്ണമായിട്ട് എഫക്റ്റീവായിട്ട് കത്തും. അപ്പൊ നമുക്ക് അവിടെ നല്ല ചൂടുള്ള എയറിന്റെ ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ എയറിനെ ചൂടാക്കാനായിട്ട് എന്ത് ചെയ്യും, ഓൾറെഡി പുറത്തോട്ട് ചിമ്മിനി വഴി ചുമ്മാ കളയേണ്ടി വരുന്ന ഫ്ലൂ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യും, നേരെ എയറിനെ ചൂടാക്കാനായിട്ട് യൂസ് ചെയ്യും. ആ ഡിവൈസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എയർ പ്രീ ഹീറ്റർ. അപ്പൊ ആവശ്യമില്ലാത്ത ചിമ്മിനി കൂടെ ചുമ്മാ കടന്നു പോകേണ്ടി വരുന്ന ഫ്ലൂ ഗ്യാസ് എയർ പ്രീ ഹീറ്ററിലൂടെ ഇതിന്റെ അകത്തേക്ക് കയറും. കയറിയതിനു ശേഷം ഇവിടെ 3 പൈപ്പ് കൊടുത്തേക്കണ കാണാം. ഈ 3 പൈപ്പുകളിലൂടെ ഈ പറയുന്ന ഫ്ലൂ ഗ്യാസ് സഞ്ചരിച്ച് താഴെ എത്തും. താഴെ എത്തി അത് നേരെ ചിമ്മിനിയിലോട്ട് പോകും. അപ്പൊ ഇതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കാം. അതേസമയം അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ ഈ പറയുന്ന എയർ പ്രീ ഹീറ്ററിന്റെ അകത്തോട്ട് കയറും. ഇനി എയർ പ്രീ ഹീറ്ററിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ എയറിന് സഞ്ചരിക്കാനായിട്ട് പാത്തുകളുണ്ട്. അതിങ്ങനെ നേരെ കടന്ന് ഇത് കൂടെ കടന്ന് പുറത്തേടി പോവുകയല്ല ചെയ്യണേ. പകരം ഇവിടെ ബാഫിൾ പ്ലേറ്റ് എന്ന് പറഞ്ഞ പ്ലേറ്റുകൾ ഇവിടെ കൊടുത്തേക്കണതാണ്. 1, 2, 3 പ്ലേറ്റുകൾ കറുത്ത നടത്തി കൊടുത്തേക്കണതാണ്. ഈ പ്ലേറ്റുകൾ എയർ നേരെ കടന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞ് കടന്നു പോകുന്നതിന് കാരണമാവും. ഇങ്ങനെ എയർ ഇങ്ങനെ പച്ച കളറിൽ കാണുന്ന എയറിന്റെ പാത്ത് എയർ ഇങ്ങനെ വളഞ്ഞായിരിക്കും ഇതിന്റെ അകത്തോടെ കടന്നു പോകണേ. അങ്ങനെ വളഞ്ഞ് എയർ പുറത്തോട്ട് കടന്നു പോകും. അപ്പൊ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ഓൾറെഡി ട്യൂബിൽ കൂടെ കടന്നു പോകുന്നത് ആരാ, ഹോട്ട് ഗ്യാസ് ആണ്. ഹോട്ട് ഗ്യാസിന്റെ ഹീറ്റ് മൊത്തം എയറിലോട്ട് കൈമാറും. ഹീറ്റ് മൊത്തം എയർ അബ്സോർബ് ചെയ്യും. അപ്പൊ ഇതിൽ കൂടെ കയറിയത് സാധാ ടെമ്പറേച്ചറുള്ള എയർ ആണ്. ഈ പുറത്തോട്ട് ഇറങ്ങുന്നത് ഹോട്ട് എയർ ആയിരിക്കും. ഈ ഹോട്ട് എയർ നമ്മൾ നേരെ ഫർണസിലോട്ട് വിടും. നേരെ ഫർണസിലോട്ടാണ് സപ്ലൈ ചെയ്യണത്. അവിടെ നമ്മൾ എന്നിട്ട് കൽക്കരി എത്തിക്കും. ഈ ഫ്ലൂ ഗ്യാസിന്റെ അവസ്ഥ തന്നെ, ഇവിടെ കയറിയപ്പോൾ ഹോട്ട് ഫ്ലൂ ഗ്യാസ് ആയിരുന്നു. അത് ഇപ്പുറം എത്തിയിട്ട് എയർ ആയിട്ട് ഹീറ്റ് ഒക്കെ കൈമാറി ഇവിടെ എത്തിപ്പെട്ടിട്ട് തണുത്ത് അത് നമ്മൾ ചിമ്മിനി കൂടെ പുറത്തു കൊടുക്കും. അപ്പൊ എയർ പ്രീ ഹീറ്റർ ചൂടാക്കുന്നത് എയറിനെയാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച 3 പേരെ ഒന്നുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് എക്കണോമൈസറും സൂപ്പർ ഹീറ്ററും അതുപോലെ തന്നെ എയർ പ്രീ ഹീറ്ററും 3 പേരും ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകൂടെ പറയാണ്, പുറത്തോട്ട് ചുമ്മാ നഷ്ടപ്പെട്ടു പോകേണ്ടിരുന്ന ഫ്ലൂ ഗ്യാസിനെ അതിന്റെ ടെമ്പറേച്ചർ ഒന്നുകൂടെ യൂട്ടിലൈസ് ചെയ്യാണ് നമ്മുടെ ഈ 3 പേര് ചെയ്തേക്കണേ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ബോയിലറിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവരെ നമ്മൾ ആക്സസറീസ് വിളിക്കാനുള്ള കാരണം. അപ്പൊ അതിൻ്റെ അകത്ത് 3 പേരും ചൂടാക്കുന്നത് 3 ആൾക്കാരെയാണ്. എക്കണോമൈസർ വെള്ളത്തിന് ചൂടാക്കുമ്പോ നമ്മുടെ സൂപ്പർ ഹീറ്റർ സ്റ്റീമിനെ ഒന്നുകൂടെ ചൂടാക്കും. എയർ പ്രീ ഹീറ്റർ എയറിനെ ചൂടാക്കും. അപ്പൊ ഈ രീതിയിൽ പടം വരച്ച് കറക്റ്റായിട്ട് അതിനെ എഴുതാനായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത നമുക്ക് ലാസ്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് നോക്കാനുള്ള സ്റ്റീം ട്രാപ്പ് എന്ന് പറയുന്ന ഡിവൈസ് ആണ്. ആദ്യം തന്നെ സ്റ്റീം ട്രാപ്പിന്റെ ഉദ്ദേശം പറയാം. പേര് തന്നെ ഉണ്ട്, സ്റ്റീമിനെ ട്രാപ്പ് ചെയ്യാം. അതായത്
ഇപ്പൊ സ്റ്റീം സ്റ്റീം എന്ന് പറഞ്ഞാൽ നീരാവിയാണ് ആക്ച്വലി. അപ്പൊ ഈ സ്റ്റീം എന്ന് പറഞ്ഞ സാധനം പൈപ്പിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് കണ്ടൻസ് ആയി വെള്ളമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ വെള്ളമായിട്ട് മാറി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്റ്റീം നേരെ വെള്ളത്തിന്റെ രൂപത്തില് പൈപ്പിങ്ങിലൂടെയും ഈ പറയുന്ന ടർബൈനിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ തുരുമ്പെടുക്കുന്ന കാരണമാവും. ടർബൈനൊക്കെ തുരുമ്പെടുത്തു കഴിഞ്ഞാൽ അത് മെയിൻ്റനൻസ് വളരെ പാടാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. പൈപ്പ് ലൈനുകളൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ അത് കണ്ടെത്താനും അത് മെയിൻ്റനൻസ് ചെയ്യാനൊക്കെ അതിന്റെ പുറകെ ഒരുപാട് പൈസയും സമയമൊക്കെ ചെലവാക്കേണ്ടി വരും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റീം ട്രാപ്പ് ഉപയോഗിക്കും. സ്റ്റീം ട്രാപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമായി കഴിഞ്ഞാൽ കടത്തിവിടില്ല, പക്ക സ്റ്റീം ആണെങ്കിൽ മാത്രമാണ് കടത്തിവിടുള്ളൂ. വെള്ളത്തിന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാൽവ് അടയും. ഇതാണ് സ്റ്റീം ട്രാപ്പ് ചെയ്യേണ്ട പരിപാടി. അപ്പൊ അതിനിവിടെ യൂസ് ചെയ്യുന്ന വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് വാൽവ് പോലത്തെ ഒരു വാൽവാണ്. ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട്. ഈ ബക്കറ്റിന്റെ അകത്താണ് ഈ പറയുന്ന വാൽവ് വരുന്നത്. നമുക്ക് ബക്കറ്റിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഒരു സ്പിൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പിൻഡിൽ, ഈ കാണുന്ന ഭാഗമാണ് സ്പിൻഡില്. ആ സ്പിൻഡിന്റെ അറ്റത്തായിട്ട് നമുക്ക് കാണാം വാൽവ് ഉണ്ട്. ഈ കാണുന്നതാണ് വാൽവ്, ട്രയാങ്കിൾ ഷേപ്പില്. ആ വാൽവ് നിലവിൽ ഇവിടെയുള്ള ആ വാൽവിന്റെ സീറ്റിൽ കറക്റ്റ് ആയിട്ട് പോയി അടഞ്ഞിക്കുവാണ്. അടയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബക്കറ്റ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാണ്, പൊങ്ങിക്കിടക്കുവാണ്. ഇനി എപ്പോഴാണ് ഈ ബക്കറ്റ് സിങ്ക് ചെയ്യണത്, താഴത്തോട്ട് താഴണത്, അന്നേരം ഈ പറയുന്ന വാൽവ് ഓപ്പൺ ആവും. ഇതിൽ കൂടെ എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കടന്നു പോകും. ഈ പറയുന്ന സ്റ്റീം ട്രാപ്പിന്റെ അകത്തോട്ട് കയറി വരുന്നത് സ്റ്റീമാണ്. സ്റ്റീം പ്രോപ്പറായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ സ്റ്റീം ചില സമയത്ത് ഈ പറയുന്ന പോലെ വാട്ടർ ആയിട്ട് കൺവേർട്ട് ആവും, കണ്ടൻസ് ചെയ്ത് വാട്ടർ ആയിട്ട് മാറാം. സ്റ്റീമാണ് കയറി വരുന്നതെങ്കിൽ ഇതിന്റെ അകത്തൊക്കെ സ്റ്റീം ആയിരിക്കും. അപ്പൊ സ്റ്റീമിന് ഈ ബക്കറ്റിന് സിങ്ക് ചെയ്യില്ല, ബക്കറ്റ് ഫ്ലോട്ടിംഗ് ആയിരിക്കും. അത് സ്റ്റീം കയറി കഴിഞ്ഞാൽ ഓർക്കുക ബക്കറ്റ് എന്തായിരിക്കും, ഫ്ലോട്ട് ആയിരിക്കും. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് പൊങ്ങിക്കിടക്കും, അതായത് വാൽവ് ക്ലോസിലായിരിക്കും, വാൽവ് അടഞ്ഞിടക്കും. അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, കയറി വരുന്ന ആള് സ്റ്റീമിന് പകരം വെള്ളമായിട്ട് കണ്ടൻസ് ആയിട്ടാണ് കയറി വരുന്നത്. അങ്ങനെ കണ്ടൻസ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ബക്കറ്റിലോട്ട് കണ്ടൻസ് ആയ വെള്ളമാണ് വരുന്നത്. കണ്ടൻസ് ആയിട്ടുള്ള വെള്ളം വന്നു കഴിഞ്ഞാൽ ബക്കറ്റിന്റെ വെയിറ്റ് കൂടും, ബക്കറ്റ് സിങ്ക് ആവും. ബക്കറ്റ് സിങ്ക് ആയി കഴിഞ്ഞാൽ, ബക്കറ്റ് മുങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വാൽവ് ഓപ്പൺ ആവും. അങ്ങനെ വാൽവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ വാൽവിലൂടെ ഈ പറയുന്ന കണ്ടൻസ് ആയ വെള്ളം പുറത്തോട്ട് പോകും. അപ്പൊ സ്റ്റീം ട്രാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീം ആയിട്ട് കയറി വരികയാണെങ്കിൽ വാൽവ് അടഞ്ഞേക്കുമായിരിക്കും, സ്റ്റീമിനെ ട്രാപ്പ് ചെയ്യും. സ്റ്റീം എപ്പോഴെങ്കിലും കണ്ടൻസ് ആയി കഴിഞ്ഞാൽ, വെള്ളമായിട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ബക്കറ്റ് മുങ്ങും. വാൽവ് ഇരിക്കുന്ന ബക്കറ്റ് മുങ്ങും. ബക്കറ്റ് സിങ്ക് ആയി കഴിഞ്ഞാൽ വാൽവ് ഓപ്പൺ ആവും. വാൽവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കൂടെ വെള്ളം പുറത്തോട്ട് ഒഴുകി പോകും. ഈ രീതിയിൽ സ്റ്റീമാണ് കയറി വരുന്നെങ്കിൽ അതിനെ ട്രാപ്പ് ചെയ്യുക, വെള്ളമാണ് കയറി വരുന്നെങ്കിൽ അതിനെ കടത്തിവിടുക എന്നുള്ള പരിപാടിയാണ് നമ്മുടെ സ്റ്റീം ട്രാപ്പ് ചെയ്യുന്നത്.